ഹായ് നമസ്കാരം. കാലവർഷ കുത്തൊഴുക്കിൽ പുഴ നിറഞ്ഞു ഒഴുകിയപ്പോൾ ഇടിഞ്ഞു വീണ കരഭാഗത്ത് ഭീതിയിലായ കുടുംബങ്ങളെ രക്ഷിക്കാനെത്തിയത് SDPI സന്നദ്ധ സംഘടനകളും തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ പനമ്പുഴ വെള്ളിനിക്കാട് പ്രദേശത്താണ് ഭീതിയിലായ വീട്ടുകാരുടെ രക്ഷയ്ക്ക് ജനകീയമായി രംഗത്തെത്തിയത്. കാലവർഷത്തെ തുടർന്ന് 1.5 മാസം മുന്നേ കരഭാഗം കുറേശ്ശെ തകരുകയും ഇപ്പോൾ വീടുകൾ പുഴയിലേക്ക് പതിക്കുന്ന ഘട്ടത്തിലുമായ സ്ഥിതിയെ കുറിച്ച് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. തങ്ങളുടെ ദയനീയ സ്ഥിതി തിരിച്ചറിഞ്ഞ് രക്ഷയ്ക്കെത്താൻ അധികാരികൾ തുനിഞ്ഞിരുന്നില്ല. പലരും സന്ദർശിച്ച് ആശ്വസിപ്പിച്ച് കടന്നുപോയതല്ലാതെ പരിഹാരം കണ്ടിരുന്നില്ല. ഒരാഴ്ച മുന്നേ SDPI ജില്ലാ കമ്മിറ്റി അംഗം ഹമീദ് പരപ്പനങ്ങാടിയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും താൽക്കാലിക രക്ഷയ്ക്കാവശ്യമായ സംവിധാനം ഒരുക്കാൻ പ്രവർത്തകർ സജ്ജമാണെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഫണ്ടും മറ്റും നൽകി ദിവസങ്ങൾക്കകം പരിഹാരം നൽകാമെന്ന മുനിസിപ്പൽ ഭരണകക്ഷി നേതാക്കളുടെ ഉറപ്പിൽ താൽക്കാലിക ബണ്ട് നിർമ്മിക്കാനുള്ള പ്രവർത്തനം നിലനിൽക്കുകയായിരുന്നു. 1.5 മാസമായിട്ടും തങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാത്തതിനെ തുടർന്ന് വീണ്ടും വീട്ടുകാർ SDPI പ്രവർത്തകരെ ബന്ധപ്പെടുകയായിരുന്നു. തിരൂരങ്ങാടി യൂണിറ്റി ട്രസ്റ്റ് പ്രവർത്തകരും TSA ഫുട്ബോൾ കമ്മിറ്റിയും നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ സ്പോൺസർ ചെയ്തതോടെ നാടിന്റെ വികസനത്തിനും ദുരിതത്തിനും പുറംതിരിഞ്ഞു നിൽക്കുന്ന അധികാരികൾക്കെതിരെയുള്ള ജനകീയ പ്രതിഷേധമായി ജനസേവനത്തിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ്. നാടിന്റെ ദുരിതങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന അധികാരികൾക്കെതിരെയുള്ള താക്കീത് കൂടിയാണ് ജനകീയ നിർമ്മാണ പ്രവൃത്തിയിലൂടെ തെളിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. SDPI ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞ്, ജില്ലാ സെക്രട്ടറി ഷരീഖാൻ മാസ്റ്റർ, ജില്ലാ SDPI വളണ്ടിയർ കോർഡിനേറ്റർ ഹമീദ് പരപ്പനങ്ങാടി, തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ജാഫർ, സെക്രട്ടറി ഉസ്മാൻ ഹാജി സംസാരിച്ചു. TSA ഭാരവാഹികളായ അരിമ്പ്ര സുബൈർ, യൂണിറ്റി ട്രസ്റ്റ് ഭാരവാഹികളായ മനരിക്കൽ അമർ, മുനീർ, മാർക്ക് 7 കൂട്ടായ്മ പ്രവർത്തകർ, SDPI മുനിസിപ്പൽ ഭാരവാഹികളായ ഹബീബ് മുഹമ്മദ് അലി സിദ്ദീഖ്, സലാം കളത്തിങ്കൽ നേതൃത്വം നൽകി.